അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുമാവോ? ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വെബ്സൈറ്റിലെ ഇപ്പോൾ നമുക്ക് കിട്ടിയ പൈസ ഡൊണേഷൻസ് എത്ര കിട്ടി, എക്സ്പെൻസസ് എന്തോരം ആയി, ബില്ലുകൾ മാക്സിമം കളക്ട് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഈ ട്രാൻസ്പെറൻസിയിലൂടെ ക്ലാരിറ്റി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെയായിട്ട് എത്ര കിട്ടി എന്നുള്ളത്, അതുപോലെ തന്നെ എത്ര എക്സ്പെൻസ് ആയെന്നുള്ളതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നമ്മളൊരു എക്സൽ ഷീറ്റിനകത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്കിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. എന്നിട്ട് അപ്പോൾ കിട്ടിയ അത്രയും, ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ചില ബാങ്കിൻ്റെതായ കുറേ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ചാർജസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേറെ ഒരു എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ പൈസ നമ്മൾ എക്സ്പെൻസ് എത്ര ആയെന്നൂടെ നോക്കിക്കൊണ്ട്, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ടിക്ക് കൊടുത്ത പൈസ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ബില്ലുകൾ കിട്ടിയതെല്ലാം കൂടെ വെച്ച് നോക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്ത പൈസ എത്ര വന്നു, എത്ര കൊടുത്തു ഈ പേഷ്യൻറ്റിന്. ഇപ്പോൾ ഇതൊക്കെ ഡൊണേഷൻസ് ആണ്, ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഒരു എക്സൽ ഷീറ്റ് വെറുതെ മെയിൻറ്റെയിൻ ചെയ്താൽ, അങ്ങനെ വേറെ ഉദ്ദേശമൊന്നുമില്ല, ഇത് വെബ്സൈറ്റിൽ ഇതേപോലെ കാണിക്കണം. അതിന് മുമ്പ് ഇപ്പോൾ അവർക്ക് വേണ്ട കൊടുത്ത പൈസ എടുത്ത പൈസ എല്ലാം കൂടെ കൂട്ടി നമ്മൾ നോക്കുന്നുണ്ട് ഇതെന്താവും. അപ്പോൾ ടോട്ടൽ കിട്ടിയേക്കുന്ന 1,23,565 എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 98,860.94. അപ്പോൾ ബാലൻസ് ഇൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുത്തതും കൊടുത്തതായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ 24,704.06 ആണ് ബാലൻസ് കാണിക്കുന്നത്. അത്രയും തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ 24,704.06 എന്ന് പറഞ്ഞ് കിട്ടിയത്. അതായത് ഇപ്പോൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് ബാക്കി ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ കിട്ടുന്ന രണ്ട് തുകയും ഈക്വലാണ്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ 98,860.94 എങ്ങനെ ചിലവായി എന്നുള്ളത് ഡീറ്റെയിൽസ്. പിന്നെ അതിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന അവർക്ക് കൊടുത്ത പൈസ ഇത്രയാണ്, ഇത്ര രൂപ വെച്ചൊക്കെ കൊടുത്തു, അവർക്ക് ഓരോ ആവശ്യത്തിന് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുത്തതൊരു കാര്യം മാത്രമാണ്. പക്ഷേ അതിനകത്ത് ബില്ലുകൾ വേണമല്ലോ. ഇനി ബില്ലുകൾ വരുമ്പോൾ ഇങ്ങനെ ഓരോ ബാങ്ക് ലോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലാന്നോ, വീടിൻ്റെ അതിൻ്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് 80,000 രൂപ അടയ്ക്കേണ്ടത് 40,000 രൂപ അടച്ചു, അടുത്ത 40,000 രൂപ അടയ്ക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് ഈ പേഷ്യൻ്റ് ഒന്ന് ലിവർ സിറോസിസ് ഒക്കെ ആയി, ലിവറിന് എന്തോ ഇൻഫെക്ഷൻ ഒക്കെ അടിച്ച് മരിക്കുന്ന സാഹചര്യമുണ്ട്, മരിക്കേണ്ട ആയിരുന്നു. അത്രയും സീരിയസ് ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പോയി. ആളെ ജനറൽ ഹോസ്പിറ്റലിൽ എടുത്തില്ല, പിന്നെ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുപോയി. മെഡിക്കൽ ട്രസ്റ്റിൽ പൈസ അടയ്ക്കാൻ നമ്മളേലും ഇല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് അയാളെ പിന്നെ അവിടെ ഒരു ദിവസം വെന്റിലേറ്റർ ഇട്ടിട്ട് അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അയാൾ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് റിക്കവർ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുന്നത്. ഇപ്പോൾ ആൾക്ക് ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടെന്ന് പറയാം, നടക്കാനും ഇരിക്കാനൊക്കെ പറ്റും, അല്ലാതെ വർക്ക് ചെയ്യാനൊന്നുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഇനിയും ഫണ്ട് റൈസിങ് ആവശ്യമുണ്ട്. അയാളുടെ ആ കടം, ആ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ പൈസ ഇനിയും വേണം. അപ്പോൾ അത് 80,000 രൂപ അടച്ചിരുന്ന കുറച്ച് ഇളവ് കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ അതിന് 40,000 രൂപ അടയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും പൈസ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ടോ, ഓരോ കേസസ് അവർ ഈ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ചിലവാക്കുന്ന പൈസയുടെ മുഴുവനായിട്ട് എല്ലാം ഒന്നും കിട്ടി കാണത്തില്ല. അവർക്ക് മാക്സിമം ബില്ലുള്ളതും ഗൂഗിൾ പേ ചെയ്തതായിട്ടുള്ള എമൗണ്ടുകളാണ് നമുക്കിവിടെ താഴെ നമ്മൾ മേടിച്ചേക്കുന്നത് അവരുടെ നിന്ന്. അപ്പോൾ ഓരോ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ട്രസ്റ്റ്, ഹോസ്പിറ്റലിൽ അഡ്വാൻസ് കൊടുത്ത 10,000 ഇങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടോ ഡീറ്റെയിൽസ്. അപ്പോൾ റിസീവ്ഡ് ആരാണ് ഈ പൈസ എടുത്തിരിക്കുന്നത്, അവരുടെ റെസിപ്റ്റ് നമ്പർ, ഈ കാണിക്കുന്നതെല്ലാം ആ ബില്ലിൻ്റെ കൂടെയുള്ള റെസിപ്റ്റിൻ്റെ ഇൻവോയ്സ് നമ്പേഴ്സൊക്കെയാണ്. പിന്നെ അവരെവിടെ നിന്നാണ് ഈ സാധനം, ഇപ്പോൾ ധന്വന്തരി മെഡിക്കൽ സ്റ്റോഴ്സ് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഓരോ ബില്ലിനും ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അവരുടെ ചിലവായത് മനസ്സിലായോ. അപ്പോൾ അതെല്ലാം എൻട്രി ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി ഇവരുടെ വീട്ടിൽ പോയി നമ്മൾ ആ ബില്ലുകൾ ഒന്നുകൂടെ ഒക്കെ വെരിഫൈ ചെയ്ത് അവരോട് ചോദിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നൊരു വീഡിയോയും കൂടെ എടുത്തങ്ങ് ഇടാമെന്ന് തീരുമാനിച്ചു. അതൊരു പുതിയ തീരുമാനമാണ്. അപ്പോൾ ഈ ഒരു 2 മാസമായിട്ട് അവരുടെ എക്സ്പെൻസസ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു എന്നൊരു ബ്രീഫ് നമുക്കൊരു വീഡിയോയിൽ കൂടെ കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ഈ എക്സൽ ഷീറ്റ് കണ്ടാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇത് ആൽവിൻ ഇതുവരെ കൊടുത്ത 98,860 എന്ന് പറയുന്ന ഈ നമ്മൾ മണ്ടയ്ക്ക് കണ്ടില്ലേ, അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത പൈസയുടെ എങ്ങനെയാണ് ആ എക്സ്പെൻസ് ആയത് എന്നുള്ളതിൻ്റെ ബില്ലുകൾ മാത്രം കാണിക്കുമ്പോൾ ഇത്രയും രൂപ. ഇനിയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് 13,821.95 റുപ്പീസ് കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാൻ പറ്റും, ഇപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം. അത് പക്ഷേ അവർ കടം മേടിച്ച പൈസയാണ്. എവിടുന്നോ ഇതിനിടയ്ക്ക് കുറച്ച് കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടം മേടിച്ചതിൻ്റെ റെസിപ്റ്റും ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി പൈസ നമ്മൾ അവർക്ക് അതിനനുസരിച്ച് കൊടുക്കാവുന്ന അത്രയും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് സംസാരിച്ച് ഈ ബാക്കി ബില്ലുകളെ പറ്റി എല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം. മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ആവശ്യങ്ങളുണ്ടോ കൂടുതൽ. ഇപ്പോൾ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഓഗസ്റ്റ് എന്ന് വരെയുള്ള ബില്ലുകൾ, 30-ാം തീയതി വരെയുള്ള ബില്ലുകൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓഗസ്റ്റ് മാസം തന്നെ 48,600.99 ഇത്രയും പൈസ ആയിട്ടുണ്ട്. അത് ആ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നുകൊണ്ടാണ്. അതല്ലാത്തൊരു അടുത്ത മാസം ആകുമ്പോഴത്തേനും അത് കുറയുന്നുണ്ട്. ഇപ്പോൾ
സെപ്റ്റംബർ 18 വരെയുള്ള എന്തൊക്കെയോ ബില്ലുകളാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ എക്സ്പെൻസുകൾ അവർക്കുണ്ടാവും. അത് 9746 ആണ്. ഒക്ടോബറിലൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. എന്താ CT സ്കാൻ ബ്രെയിൻ, അവർ വീണ്ടും ഒരിക്കൽ കൂടി ഇവൻ അഡ്മിറ്റായി. അങ്ങനെ ഷുഗർ കുറഞ്ഞു പോയിട്ട് ആൾ വീണ്ടും ഇങ്ങനെ എന്തോ ഒരു അവസ്ഥയിലോട്ട് പോയി. പിന്നെ ഒരു 3-4 ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അതിനിടെ ബ്രെയിൻ്റെ CT സ്കാൻ ചെയ്തു, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ എല്ലാം ഇനിയും ബില്ല് എടുക്കാനുണ്ട്. അപ്പോൾ ഇനിയും ബില്ലുകൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ചുമ്മാ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇത് വെബ്സൈറ്റിൽ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കും നമ്മൾ. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് അവരുടെ പോയി അത് അവിടെ ഇരുന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഇതെല്ലാം എടുത്തിട്ട് വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി അത് ക്ലാരിറ്റി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാനാണ് ഇതിങ്ങനെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നുകൊണ്ട് ബാക്കി വീഡിയോ ഒക്കെ ഇടാൻ പോവാം. അപ്പോൾ വീഡിയോയിലും കാണാൻ പറ്റും എത്ര രൂപ കിട്ടി, കൊടുത്തു, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തണേ എടുക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് വേണം, അയാളെ റെക്കമെൻഡ് ചെയ്ത ആളെ വേണേൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കുമോ, എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അങ്ങനെ എക്സ്ട്രാ ഒരു സാധനം കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. അവരോട് സംസാരിച്ച് ഇത് ഒരു ഓഡിറ്റ് പോലെ വേറൊരു എക്സ്റ്റേണൽ ഒരാൾ, നമുക്ക് പരിചയമൊക്കെ ഉള്ളവർ തന്നെ ആയിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വലിയ ഇതുമായിട്ട് ബന്ധമില്ലാത്ത, നമ്മളുമായിട്ട് ട്രസ്റ്റുമായിട്ടൊന്നും ബന്ധമില്ലാത്ത, സുഹൃത്താണോന്നില്ലെങ്കിൽ പോലും പരിചയത്തിലുള്ള ആരെങ്കിലും ഒരാളെ, അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും വരാൻ താല്പര്യമുണ്ട്, എറണാകുളത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ ഈ ഓഡിറ്റ് നടത്തുന്നു. ഈ ഓഡിറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഓഡിറ്റൊന്നും അങ്ങനെ വലിയ വാചക ഓഡിറ്റാന്നേ ഉള്ളൂ. നമ്മളവിടെ പോയി അവർ സംസാരിക്കുന്നു, ഇത്ര ചിലവായതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ നോക്കുന്നു. പിന്നീട് അതുകൊണ്ടുവന്ന് നമ്മൾ വ്യക്തമായിട്ട് വൃത്തിക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇനി അത് ഈ മൈനസ് കിടക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്തിട്ടില്ല പൈസ. ബില്ല് അവർ തന്നിട്ടുണ്ട്, അത് അവർ കടം മേടിച്ച പൈസയൊക്കെ. അതിന് കടം ഈ പറഞ്ഞ പോലെ എങ്ങാണ്ടൊന്ന് പൈസ ആരൊക്കെയോ സ്വർണ്ണം പണയപ്പെടുത്തിയൊക്കെ ഈ വയ്യാതെ കിടന്ന് മരിക്കാൻ പോയവന് പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസ നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഡിസ്കഷൻ നടത്താനാണ് ഈ പോകുന്നത്. കൊടുക്കും, പൈസ എന്താണെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ ഇതുപോലൊരു പരിപാടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് കേസ് വന്നാലും നമ്മൾ അവരുടെ വീട്ടിൽ പോയി അവർക്ക് കൊടുത്ത പൈസയുടെ കണക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്കൊരു അവരുമായിട്ട് കൂടിയിരുന്ന് അവരും മനസ്സിലാക്കണത് എങ്ങനെയാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നതെന്നും അവർക്ക് ഇത്ര കിട്ടിയെന്നും അത് തന്നപ്പോൾ അവർ തന്ന ബില്ലുകൾ എല്ലാം ഗൂഗിൾ പേ, മാക്സിമം ഗൂഗിൾ പേയും ബില്ലും അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രം വെച്ച് നമ്മൾ പൈസ കൊടുക്കത്തുള്ളൂ. പിന്നെ ബില്ല് പെടാത്ത അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരത് കാര്യമായിട്ട് പറയുവാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇത്രയും രൂപ ആകെ അവർക്ക് ആവുന്നുള്ളൂ. ഏറ്റവും ചീപ്പായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതൊരു ആദ്യം മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തു, ആൾ കോമയിലാന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് വെന്റിലേറ്ററിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഒരു ദിവസമാണ് ഈ മെഡിക്കൽ ട്രസ്റ്റിൽ കിടന്നത്. അവിടെ ട്രീറ്റ്മെൻറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തില്ല, അഡ്വാൻസ് അടയ്ക്കാഞ്ഞതുകൊണ്ട്. അവിടെയൊക്കെ അങ്ങനെയാണ് രീതികൾ. അപ്പോൾ ഒരു ദിവസം മൊത്തം വെന്റിലേറ്റർ ഇട്ട് വെറുതെ അത് കഴിഞ്ഞ് മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടിയപ്പോൾ ആൾ രക്ഷപ്പെടുന്നുണ്ട്. ആളിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ജീവനോടുണ്ട്, നടക്കാം. വേണമെങ്കിൽ അത്യാവശ്യത്തിനൊന്ന് സ്കൂട്ടർ ഓടിക്കാൻ പറ്റുന്നതിനാണ് ആൾ ഉള്ളത്. ജോലിക്കൊന്നും പോകാറായിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ആളുടെ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 1,80,000 എന്തോ ഞങ്ങൾ വെബ്സൈറ്റിൽ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിരുന്നുള്ളൂ. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും മാസങ്ങളുണ്ട്, 6 മാസത്തേക്കുള്ള സപ്പോർട്ട് അത്രയും മതിയാകും എന്ന് കരുതി ഇട്ടത്. അല്ല മറ്റേ എസ്റ്റിമേറ്റ് പോലെ അല്ല, കൂടുതലല്ല നമ്മുടെ എസ്റ്റിമേറ്റ്, ഏറ്റവും മിനിമം എസ്റ്റിമേറ്റ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഇടയ്ക്കൊരു ചിലവ് വന്നപ്പോൾ അത് നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് പോയെങ്കിലും ഇനിയും പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട്, അവർക്ക് മുന്നോട്ട് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ നമ്മളിനി അവിടെ പോയിരുന്ന് നമ്മൾ അവരോടൊപ്പം ചേർന്ന് സംസാരിക്കുക, ഇടപെടുകയൊക്കെ ചെയ്ത് പറ്റിയാൽ അവരുടെ വാർഡ് കൗൺസിലറെയും കണ്ട് അയാളെ അറിയിച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിയാണെന്ന് ബോധിപ്പിച്ചിട്ട് നമ്മൾ ഒരു സാധനം ചെയ്യും. അത് നല്ലൊരു ഐറ്റമാണെന്ന് തോന്നി. കാരണം അത് ഇതേവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രീതിയാണ്. ഒരു ഫണ്ട് റേസിങ് ചെയ്യുമ്പോൾ പൈസ തന്നവരുടെ ഏതായാലും അവർക്കറിയാം, ഇതിനകത്ത് വെബ്സൈറ്റിൽ കാണുന്നുണ്ട്, ബില്ല് കൊണ്ടുവരുമ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. പ്ലസ് എക്സ്ട്രാ ഒരു വീഡിയോയും കൂടെ അവരോടൊപ്പം ഇരുന്ന് അവരുടെ പ്രോഗ്രസ്, ഇവർക്ക് എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്നൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ വീഡിയോ നമ്മൾ #യിലോ ചാറ്റ് വിത്ത് ക്ലാരിറ്റിയുടെ പേജിലോ #യിലായിരിക്കും ഇടാൻ പോകുന്നത്. ആ വീഡിയോ കണ്ടാൽ, ആ വീഡിയോ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുമോ, അവരാരെങ്കിലും ഈ വീഡിയോ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ട് പഠിച്ചാൽ തന്നെ അതിൻ്റെ റവന്യൂ കൂടെ എടുത്ത് നമ്മൾ ചാരിറ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ മറ്റേ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് അധികം റവന്യൂ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നതും കാണിച്ചു തരാം. എങ്ങനെയാണ് അത് നമ്മൾ ആ യൂട്യൂബ് ചാനലിലെ ആഡ് റവന്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ റവന്യൂ നമ്മൾ ചാരിറ്റിക്ക് യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കൊണ്ടിടാം. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടാച്ചാൽ മതി. പിന്നെ കൂടുതൽ വീഡിയോസ് അതിനകത്ത് വരുന്നത് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചാൾ മുമ്പത്തെ വീഡിയോ കാണണ്ട, എല്ലാം ഈ ലേറ്റസ്റ്റ് 2 വീഡിയോ, ഒരു സൈക്കോളജി കൗൺസിലിംഗ് സെഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ട്, കൗൺസിലേഴ്സായിട്ടൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും പറയാനുള്ള വീഡിയോ ആയിരിക്കും. കുട്ടികളെ സംബന്ധിച്ചും അല്ലെ ഫാമിലി ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നുള്ളൂ. ഒത്തിരി വീഡിയോ ഇടാറായിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ലെന്ന് പറയാം. നമുക്കറിയാവുന്ന കുറച്ച് പേരെ കൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ട് ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ ആവശ്യം ഉള്ള തരത്തിലുള്ള വീഡിയോസ് അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു മാസം ഒരു $100-200 അല്ലെങ്കിൽ $300, $500, $1000 കിട്ടിയാൽ അത്രയും കൂടെ നമുക്ക് ആളുകൾക്ക് സഹായത്തിലേക്ക് അത് മാറ്റപ്പെടും. ആ ഫണ്ട് എന്തോരം കിട്ടിയാലും. അപ്പോൾ അതിൻ്റെ റവന്യൂ നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനോട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇനി കൃത്യമായിട്ട് കൂടുതൽ കണക്കുകളെല്ലാം കുറച്ചുകൂടി ഭംഗിയായിട്ട്, ഇപ്പോൾ ഈ കണ്ട പോലെ കമ്പ്യൂട്ടർ കാണിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല സ്ക്രീനെ നല്ല രീതിക്ക് ഇതേപോലെ തന്നെ വെബ്സൈറ്റിൽ കൂടെ തന്നെ കാണിച്ചു തരാം.
വെബ്സൈറ്റിൽ തന്നെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സംശയങ്ങൾ ചുമ്മാ ഒടുക്ക് കംപ്ലയിൻസ് ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടെന്നേ. ഒരു പണിയില്ലാത്തവന്മാരെ പോലെ തോന്നുന്നു. അവർക്ക് ലോകത്തുള്ള ബാക്കി എല്ലാ ട്രസ്റ്റിനെയും അവർ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതുകൂടെ അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ ചില കംപ്ലയിൻ്റ് ഒക്കെ അവിടെ വരുന്ന ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നു. നമ്മളെ മെനക്കെടുത്തുന്ന രീതി കുറച്ച് പണികളൊക്കെ ചെയ്തു. ഇയാൾക്ക് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചിരുന്നേ ഞാനതൊരു 2 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ആൻസർ ചെയ്ത് അയാൾക്ക് ക്ലാരിഫൈ ചെയ്തേനെ. പക്ഷേ അത് ചെയ്യാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക, അങ്ങനെ SP ഓഫീസിൽ പരാതി ഇമെയിൽ അയക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. Charity organization that UNICEF and the Red Cross allocate a portion of their funds for operational expenses, which include staff salaries, fundraising and administrative costs. Here are approximate figures. 70 to 80% of them go directly to programs helping children, while 20 to 30% is used for operational and fundraising costs. The exact percentage can be vary depending on the year of specific campaigns. And American Red Cross, 90% of the donation service, 10% goes to the administrative and fundraising expenses. Again, അല്ലല്ല, അത് ഇതിനകത്ത് കാണുന്ന നോക്കണ്ട, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്രയൊക്കെ തന്നെ നമ്മളും പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന വേറൊരു കമ്പനി, അത് അവരൊന്നും ട്രാൻസ്പെറൻസി ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അത് പിന്നീട് ആരെങ്കിലുമൊക്കെ ചെയ്തോളും. നമുക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ആര് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അവർ ഈ പറഞ്ഞ മിക്ക പാർട്ടികളും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. അവർ പറയുന്ന ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് അവർ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു സാധനം ഇപ്പോൾ പുള്ളി തപ്പി എടുത്തുകൊണ്ട് വന്ന് കാണിച്ചതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല. അത്രയും തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20-30 ഒന്നും അല്ല, ചിലപ്പോൾ അത് ₹1 പോലും ഡൊണേഷൻ എടുക്കാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ അത് വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഫണ്ട് കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പെർസെൻറ്റേജ് 0.5% ഒക്കെ ആയിട്ട് കുറയും. 1% പോലും വേണ്ട, ഫണ്ട് കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ 10 ലക്ഷം രൂപ കിട്ടി, എനിക്ക് അതിനകത്തൊന്ന് 20% ഡിഡക്ട് ചെയ്ത് 2 ലക്ഷം രൂപയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഫണ്ട് റൈസിങ്, ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്നു. പിന്നെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഗ്രൂപ്പ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഫണ്ട് റേസ് ചെയ്യുന്നു. ആ ഫണ്ടിന് ഈ പറഞ്ഞ അവർക്ക് എന്തെല്ലാം എക്സ്പെൻസ് ആകുന്നു അതെല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാറ്റുന്നു. അങ്ങനെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്ന ഒരു കൊള്ളാവുന്ന രീതി മാറ്റാൻ പറ്റുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ എക്സ്പെൻസ് വ്യത്യാസം ഉണ്ടാവും. ഇവരുടെ എക്സ്പെൻസ് നമ്മുടെ എക്സ്പെൻസ് ഒരുപോലെ ആയിരിക്കത്തില്ല. പിന്നീട് നമുക്ക് മറ്റു എക്സ്പെൻസ് വരുമ്പോൾ അത് കൂടിയെന്നിരിക്കാം. അത് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന വേറെ രീതിയിലല്ലേ. ഇത് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് അധികം പൈസയുടെ ആവശ്യം വരത്തില്ല. ആകെ 4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 4 അല്ലേ മാക്സിമം 5, അതിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാലറി ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല ആരും. പിന്നെയും നമുക്ക് ചിലവായിരിക്കുന്ന പൈസ ചിലപ്പോൾ ഒരുപാടായിരിക്കാം. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെയും അല്ലാതെ ഈ പറഞ്ഞ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഈ വെബ്സൈറ്റ് അടക്കമുള്ള എല്ലാം കൂടെ കൂട്ടി വയ്ക്കുക. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെ 4.5 ലക്ഷമൊക്കെ ആയെന്ന് പറഞ്ഞെങ്കിൽ അതല്ല, ചിലപ്പോൾ 6-7 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് പൈസ നമുക്ക് തിരിച്ചു കിട്ടും, അല്ല തിരിച്ച് അത്യാവശ്യം വേണേൽ എടുക്കാം. കാരണം അത്രയും പൈസയൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ചെയ്യുന്നതല്ല, മനസ്സിലായി. ഉള്ളതൊക്കെ വെച്ചിട്ട് ഈ വെബ്സൈറ്റൊക്കെ തള്ളിക്കൂട്ടി ഒപ്പിച്ചുകൊണ്ട് വരുന്നേ കാണുന്നത്. അതുകൂടാതെ അതിനകത്തുനിന്ന് എന്താ പറയണ്ടേ, അതിൻ്റെ ബില്ല് വരുമ്പോൾ എടുക്കാൻ പറ്റുന്നത്ര എടുത്ത് നമ്മളും പിന്നെ അത്രയും അങ്ങ് തീർത്തങ്ങ് ഇത് മുഴുവൻ എടുക്കണം, കണക്കൊന്നും അതിനൊന്നും ഇല്ല ശരിക്കും പറയാം. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ പൈസ അല്ലാതെ അല്ലെങ്കിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ 25,000 രൂപയൊക്കെ വേണം. ഈ രജിസ്ട്രേഷൻ്റെ ചിലവിനായിട്ട് നമ്മൾ ഈ CA കാർക്കൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഓഫീസ് വഴിയാണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജസ് അത്രയൊക്കെ ആവുന്നുണ്ട്. ചിലർ 10,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയിട്ട് നമുക്ക് ആ 10,000 രൂപ പോയതല്ലാതെ അതൊന്നും ഞാൻ ഈ കണക്കിൽപ്പെടുത്തിയിട്ടൊന്നുമില്ല. വൃത്തിക്ക് ചെയ്യുന്നവർ കുറച്ച് പൈസ ചാർജ് കൂടുതലാണെങ്കിൽ നല്ലപോലെ ചെയ്യണം. അല്ലാതെ എനിക്ക് ഒത്തിരി പൈസ അല്ലാതെ നഷ്ടം വന്നിട്ടുണ്ട് ഈ തെണ്ടികൾ കാരണം. ഇവിടുത്തെ കുറേ നശിച്ചവന്മാരുണ്ടല്ലോ, അവന്മാർ വന്നാൽ അതല്ല ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞ് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഇവന്മാർ ചെയ്യുന്നില്ല. അത് കോണ്ടാക്കിക്കൊണ്ട് വരുന്നതോ പല കള്ളത്തരം പറഞ്ഞ് സമയം കളയുക. അങ്ങനെ എനിക്ക് 1 വർഷം പോയെന്നേ, നമ്മൾ ചിലവ് ചുരുക്കിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ കൃത്യമായിട്ട് കൊള്ളാവുന്നൊരു ഏറ്റവും കൊള്ളാവുന്ന ആൾക്കാരെ ഇടപെടുത്തുമ്പോൾ ഇത്രയൊക്കെ ആവും. പിന്നെ ഓഡിറ്റിന് പൈസ ആയിട്ടുണ്ട്, ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ എടുക്കുന്നത്. എന്താണേലും വെബ്സൈറ്റ് സെറ്റാവും. വെബ്സൈറ്റ് സെറ്റായി എന്ന് വേണം പറയാൻ ഒരു പരിധി വരെയൊക്കെ. ഇനി ഇതുകൂടെ കാണിച്ച് കഴിയുമ്പോൾ പക്ക ക്ലിയർ ആവും ഏതാ വെബ്സൈറ്റിനകത്തോ. പിന്നെ നമുക്ക് പബ്ലിക് നിങ്ങൾ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്ക്, എല്ലാവരും ഒന്ന് കയറി കണ്ട് അത് മനസ്സിലാക്കിയാൽ മതി. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇങ്ങനെ ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ ഇട്ട പൈസ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇട്ടതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി മാത്രം ഇട്ടത്, അല്ലാതെ ഇതിന് പുറത്തിട്ടോ ഒന്നും തിരിച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ പെട്രോൾ ബില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വളരെ കുറച്ച് പൈസ എന്ന് പറയുന്നത് ഈ 2 മാസത്തേക്ക് 6,500 രൂപയ്ക്ക് 2-3 പേര് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം ഒരു മാസം എന്താണല്ലോ അതിൽ കൂടുതൽ ചിലവുള്ളവരാണ്. പിന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വെറുതെ ആ ഫണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നപ്പോൾ ട്രസ്റ്റിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അത് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചില സമയത്തൊക്കെ നമ്മളേലും കാശില്ലാണ്ടൊക്കെ വരുമെന്നേ. ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച സമയത്ത് ഒരാഴ്ചയൊക്കെ ഫണ്ട് പൈസ നമ്മുടെ ഇല്ല, മനസ്സിലായില്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്തതിന് ചിലപ്പോൾ പൈസ ഇതിനകത്തൊന്നും യൂസ് ചെയ്യുന്നിരിക്കും. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല, സാലറി ഒക്കെ കൊടുക്കണം. ഇപ്പോൾ 2-3 മാസമൊക്കെ സാലറി ഇല്ലാതൊക്കെ പലരും വർക്ക് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഡിസൈനേഴ്സ് ആണെങ്കിലും ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല, അതെല്ലാം തിരിച്ച് കൊടുക്കണം. ഞാൻ ഡിഡക്റ്റ് ചെയ്യും, എന്താണെങ്കിലും ഡിഡക്ഷൻ ചെയ്യും. ഡിഡക്ഷൻ ഇല്ലാത്ത അല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്ന, മുന്നോട്ട് ഡിഡക്ഷൻ ഉണ്ടാവും.
അതിന് കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. സാലറി വരുമ്പോൾ എത്ര രൂപയാണ് സാലറി എന്നൊക്കെ ഞാൻ കാണിക്കാം, ഇത്ര വർക്ക് ചെയ്യുമ്പോഴാണ് എത്ര സാലറി കിട്ടുന്നത്, അപ്പോൾ ആരൊക്കെ സാലറി വർക്ക് ചെയ്യുന്നുണ്ട്. പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഇത്ര പൈസ. അത് പൈസ ഇല്ലാതെ ആരും വർക്ക് ചെയ്താൽ ശരിയാകത്തില്ല. ഡെഡിക്കേഷൻ ഇല്ലാതെ ചുമ്മാ വഴിയെ പോകുന്നവരൊക്കെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി നഷ്ടമുള്ളത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം. മുന്നേക്ക് ഇതുപോലെ ഞാൻ കുറേ പേര് ഇരുത്തിയതാണ്. പക്ഷേ നമുക്ക് പൈസയും നഷ്ടം സമയവും നഷ്ടം ഒരു കാര്യവും മുന്നോട്ട് പോകാത്ത രീതിയിലായതുകൊണ്ട് ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ മാത്രം ചെയ്താൽ മതി. നല്ല ട്രസ്റ്റുകളും നല്ലപോലെ സാലറിയിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കുറച്ച് സാലറി വർക്ക് ചെയ്യുന്നവരും നമ്മുടെ ടീമായിരിക്കും ആണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതും അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്ന് കണക്കുകൾ കാണിക്കട്ടെ, നമുക്ക് അപ്പോൾ കാണാം ബാക്കിയുള്ളത്. ഞാനല്ലേ ഇതിനകത്ത് ഈ 20% എന്നൊക്കെ പറയുന്നത് മാക്സിമം ആണ്, മനസ്സിലായോ? അല്ലാതെ അത്രയും എടുക്കും എന്നല്ല. എനിക്കിപ്പോൾ കൂടുതൽ പൈസ വന്നാൽ അത് കുറയും, ഡിഡക്ഷൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ആകെ 4 പേർക്കുള്ള സാലറി അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസസ്, ട്രാവൽ, DA എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും സാധനം സംഭവിച്ചാൽ അതും നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്ന് പെട്രോളാണോ ഡീസലാണോ ബില്ല് അടക്കം എടുത്ത് കാണിച്ചു തരാം. അല്ലാതെ ഒരു പരിപാടി ഇല്ല. അപ്പോൾ 0 ആക്കാനാണ് ശ്രമിക്കുന്നത് മാക്സിമം നമ്മൾ. പിന്നീട് ഒരിക്കൽ, അതായത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ട്രസ്റ്റ് ഉദ്ദേശിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഡൊണേഷൻസിൽ നിന്ന് പൈസ എടുക്കാതെ തന്നെ ഈ സംരംഭം നടത്തിക്കൊണ്ട് പോകാനുള്ള പല മാർഗ്ഗങ്ങളും അറിയാം. അത് നമ്മൾ ചെയ്യും, പക്ഷെ ഉടനടി ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇതുവരെ ഈ കാര്യത്തിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇതേപോലെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി നമ്മൾ നിങ്ങൾക്കറിയാവുന്നവരോട് പറഞ്ഞു കൊടുത്തെന്ന് ഒന്ന് കേട്ടിക്കൊണ്ട് വരേണ്ട സാധനം ഇത്. ശരിക്കും ഇത് ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നതല്ലാതെ വേറെ ആരും പറയുന്നൊന്നുമില്ല. എന്തോ അങ്ങനെ ഒരു മടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇല്ല, ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. എല്ലാ കണക്കുകളും കാണുന്നുണ്ട്. ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്നിട്ടും ആ സപ്പോർട്ട് അങ്ങോട്ട് പോരാ. കൂടുതൽ ആൾക്കാരെ നിങ്ങളൂടെ വിചാരിച്ചാലേ ഇവിടെ എത്തത്തുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് കുറേ പേര് വരുന്നുണ്ട്, അതല്ലേലും ഞാൻ ചെയ്യുന്നുണ്ട്, മാക്സിമം നമ്മൾ ചെയ്യും. പിന്നെ വലിയ ആക്രാന്തവും പരവേശമൊന്നും കാണിക്കാറില്ല. പതുക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇടാറേ ഉള്ളൂ. പിന്നെ പൊതുവേ ഇവിടെ കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങളൊന്നും ഈ വെബ്സൈറ്റിൽ കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയായിട്ട് കൂട്ടണ്ട, അത് പിന്നീട് ഒരിക്കൽ മനസ്സിലാവും ഇതായിരുന്നു കറക്റ്റായ രീതിയെന്ന്. ആദ്യം ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തെറി വിളിക്കായിരിക്കും, പക്ഷെ പതുക്കെ മാറും. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചീത്ത വിളിക്കുന്നവർ നാളെ നല്ലതൊക്കെ പറഞ്ഞോളും. ഇപ്പോൾ തൽക്കാലം ചീത്തയൊക്കെ വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതും പ്രശ്നമല്ല. പക്ഷേ അത് അല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ഇഷ്ടപ്പെട്ടു, ഇതിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഈ കണക്കുകൾ കൃത്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാരെ അറിയിക്കണം. കൂടുതൽ പേരെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ട്രാൻസ്പെറൻസിയിലാണ് നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുന്നതെങ്കിൽ അത് ഏത് സിസ്റ്റം ആയിക്കോട്ടെ, തട്ടിപ്പും വെട്ടിപ്പും നടക്കത്തില്ലെന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കും. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ പണമിടപാടുകൾ, ഇവിടെ കാണുന്ന അഴിമതിയും തട്ടിപ്പും ഒന്ന് ആലോചിക്കുക. ഈ കറപ്ഷൻ എന്ന സാധനം ഇന്ത്യയിൽ തന്നെ ഈ രാജ്യം രക്ഷപ്പെടുന്നത്. നമുക്ക് തൽക്കാലം കേരളം നോക്കാം, കേരളം ഒരു മാതൃകയാവട്ടെ. നമുക്ക് ട്രാൻസ്പെറൻസിയിലോട്ട് വരാം, എല്ലാവർക്കും കൂടെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരാം. ആർക്കും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല കേട്ടോ, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഭയങ്കര ലക്ഷറി ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ചൊന്ന് ലക്ഷറി കുറയ്ക്കേണ്ടി വരുമായിരിക്കും, അല്ലാതെ ലക്ഷറി ഒന്നും ഇല്ലാണ്ടാകത്തൊന്നുമില്ല. മനസ്സിലായി? അമേരിക്കയിൽ ആയിട്ടില്ല അങ്ങനെ. അമേരിക്കയിലെ കോടീശ്വരൻ തന്നെയാണ്. ഇന്ത്യയിലും കോടീശ്വരന്മാരെ കാണും, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ആരും പേടിക്കണ്ട. അങ്ങനെ പേടിക്കുകയൊന്നും ചെയ്യല്ലേ. പിന്നെ ഞാൻ നന്നായി പോകും, ഞാൻ രക്ഷപ്പെട്ടു പോകും, ഞാൻ എന്തോ ഇവൻ മോശമാണ്, ഇവൻ അഴുക്കായി, ഇവനെ എനിക്ക് ഇഷ്ടമല്ല, അവൻ രക്ഷപ്പെടരുത് എന്ന് വിചാരിക്കണ്ട. ഞാൻ രക്ഷപ്പെടത്തില്ല, അത് ഓർത്ത് ആരും വിഷമിക്കേണ്ട. ഞാൻ നന്നാവാനും പോകുന്നില്ല, അതുപോലെ ഇനിയെങ്കിലും വേറൊരാളുടെ അവസ്ഥ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇതിനെ ഡീഗ്രേഡ് ചെയ്തോ, അല്ലെങ്കിൽ ഈ പൈസ അയക്കാതിരിക്കുവോ, മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു കൊടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കംപ്ലയിൻറ്റ് ഉണ്ടാക്കുകയോ ചെയ്യാതിരുന്നാൽ മതി. അതതിൻ്റെ വഴിക്ക് നടന്നോളൂ. അതൊരു സിസ്റ്റമാണ് കേട്ടോ, അതൊരു വ്യക്തിയല്ല. അതുകൂടെ മനസ്സിലാക്കുക. അതിനകത്ത് ഞാൻ ഇതൊക്കെ ഇതിനു വേണ്ടി കുറേ ആലോചിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അത് ഒരു എൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ജോലി എടുക്കാൻ മാത്രം ആൾക്കാരുണ്ടെന്ന് കരുതിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഇത് എനിക്ക് വലിയ നേട്ടം ഉണ്ടായി, ഞാൻ കോടീശ്വരനായി, ഞാൻ അങ്ങനെ നല്ല നിലയിൽ ജീവിക്കും, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ആരും അതിനകത്തൊന്നും ചെയ്യാതിരിക്കരുത്. മനസ്സിലായോ? അത് എന്തിനുണ്ടാക്കിയേക്കെന്ന് ചോദിച്ചാൽ അതിൻ്റെ പണി മനസ്സിലായി. അതൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്, അതല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആളുകളെയും ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന കണക്ക്, തെളിവ്, ഈ വക കാര്യങ്ങളെയും മാത്രം നോക്കിയാൽ മതി. അതിനകത്തിന് ആരെങ്കിലും വേറെ ഇനിയിപ്പോൾ ഒരു ദിവസം ഒരുത്തൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മയെന്നോ സംഘടനയ്ക്കകത്ത് പറ്റിയവരൊക്കെ പറ്റിയാലും ഈ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കത്തില്ല. അതിനകത്ത് വേണ്ടത് കണക്കും തെളിവും മാത്രമാണ്, അല്ലാതെ വ്യക്തികൾ എനിക്കൊരു പ്രശ്നമല്ല. ഏതൊരു ആൾക്കാർ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് മൈൻഡ് ചെയ്യത്തില്ല. അവർ ഇവിടെ നിന്നൊന്നും കക്കരുത്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന അഭ്യാസം അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അവർ പുറത്ത് വല്ലത് എന്തെങ്കിലും കാണിക്കുന്നവരോ തെറി പറയുന്നവരോ ഒക്കെ ആയിരിക്കും. ഞാനടക്കമുള്ള എല്ലാവരും അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പൈസ അത് കൃത്യമായിട്ട് അവിടെ കണ്ടില്ല, നിങ്ങൾ തന്നെ പിടിക്കുന്ന സ്ഥാപനമാണ്. മനസ്സിലല്ല? അവിടെ ആർക്കും ഒന്നും എടുക്കാൻ പറ്റത്തില്ല, തട്ടിക്കാൻ പറ്റത്തില്ല, വെട്ടിയിട്ട് നടക്കത്തില്ല. പിന്നെ അഥവാ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും വെട്ടിപ്പോ തട്ടിപ്പോ നടത്താൻ പ്രാപ്തരായിട്ട് ആരെങ്കിലും വന്നാൽ തന്നെ അത് നമുക്ക് പിടിക്കാൻ പറ്റണം. പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. ഇതിനകത്ത് നിന്നൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ കൂടുതൽ സജഷൻസ് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇതിനകത്ത് മാക്സിമം ആൾക്കാർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറുകളിലേക്ക് മെസ്സേജ് അയക്കണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അല്ലാതെ ഡയറക്റ്റ് പൈസ അയക്കേണ്ട. രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ പൈസ അയച്ചാൽ മതി, ഡൊണേഷൻ ആണെങ്കിൽ എന്താണെങ്കിലും.
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പരിപാടി കൂടെ ആക്കി മാറ്റുവാണ്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ, കഴിഞ്ഞ ദിവസം ഡ്രൈവറെ വേണമെന്ന് പോസ്റ്റ് ഇട്ടു, പ്ലംബറെ വേണമെന്ന് പോസ്റ്റ് ഇട്ടു. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഏരിയ ആണ്, അവിടെ ഒരു പ്രത്യേക ഒരു സർവീസ് ആവശ്യം വന്നു, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളെ കിട്ടിയില്ല. അപ്പോൾ ചെകുത്താൻ്റെ പേജിൽ, ഫേസ്ബുക്ക് പേജ് ചെകുത്താൻ 2024 2024 ചെകുത്താൻ 2024 എന്ന പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ അത് ഞാൻ എപ്പോഴും കാണത്തില്ല, കാണും മിക്കവാറും. കണ്ടു കഴിഞ്ഞാൽ ഞാനത് പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് ഇടും. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരുപാട് റിക്വസ്റ്റുകളായി ഒരുപാട് ആവശ്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ആവശ്യം എവിടെ നിന്ന് പറഞ്ഞാലും നടത്തി കൊടുക്കാനും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. അതിനകത്ത് ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയാണ്. ബ്ലഡ് ഡൊണേഷൻ ലോകത്തിൻ്റെ എന്നല്ല, പോട്ടെ, കേരളത്തിൻ്റെ ഏത് മൂലയ്ക്ക് നിന്ന് ബ്ലഡ് ആവശ്യപ്പെട്ടാലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ കുറച്ച് ഡാറ്റാബേസ് നമ്മുടെ കയ്യിലുള്ളൂ, വളരെ കുറച്ച് ഡോണേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്ന് ഏത് ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് റിക്വസ്റ്റ് ചെയ്താലും വിതിൻ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് അന്വേഷിക്കാതെ ട്രസ്റ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ആ ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ എന്ത് സർവീസ് ഉണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കും, ലീഗൽ അഡ്വൈസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും, സൈക്കോളജി കൗൺസിലിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞാൽ ആംബുലൻസ് സർവീസ് ആവശ്യമുള്ളിടത്തൊക്കെ എത്തിക്കാൻ പറ്റുവാണ് എത്തിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്, മനസ്സിലായോ? കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്യുക, അതായത് ബ്ലഡ് ഡോണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക, ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ സർവീസസ് ഉണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ പ്ലംബറോ ഇലക്ട്രീഷ്യനോ മറ്റെന്തെങ്കിലും തൊഴിൽപരമായിട്ടുള്ള ആൾക്കാരോ ഓട്ടോയോ ടാക്സിയോ എന്തുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്ത് വെക്കുക, നമ്മളെ അറിയിക്കുക വാട്സപ്പിലൂടെ. നിങ്ങൾ ഇന്ന പോലത്തെ സർവീസുള്ള ആൾക്കാരാണ്, ബിസിനസ് ആണെങ്കിലും അറിയിച്ചോ, കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ആ പ്രൊമോഷനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഫിനാൻഷ്യലി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചാരിറ്റിയിലോട്ട് ഡൈവേർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം അത്ര എളുപ്പമുള്ള കാര്യങ്ങളുമല്ല. അതുകൊണ്ട് ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിച്ച് ചെയ്യുമ്പോൾ ഒരു രീതിയിലും തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ഉറപ്പും വരും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ